ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസികള് ഏതൊരു നല്ല കാര്യത്തിന് തുടക്കം കുറിക്കുന്നതിന് മുമ്പായിട്ട് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം തേടാറുണ്ട്. വിഘ്നേശ്വരന്റെ പ്രീതിക്കും അനുഗ്രഹത്തിനും സഹായിക്കുന്ന ഒന്നാണ് ഗണപതി ഹോമം. ഹിന്ദു വിശ്വാസികൾ ഏത് പുണ്യകർമ്മം തുടങ്ങുമ്പോഴും ഗണപതിയെ ആദ്യം വന്ദിക്കുന്നു. പുര, വാസ്തുബലി തുടങ്ങിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗണപതി ഹോമം പ്രധാനമാണ്. ഗണപതി ഹോമം നമുക്ക് വീടുകളിലും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലും നടത്താൻ കഴിയുന്ന ഒന്നാണ്. വിഘ്നങ്ങളും ദുരിതങ്ങളും മാറ്റി ക്ഷേമൈശ്വര്യങ്ങൾ വർദ്ധിക്കാനായി നടത്തുന്ന പ്രധാന ഹോമമാണ് ഗണപതി ഹോമം. തീരെ കുറഞ്ഞ ചെലവിൽ തന്നെ നമുക്ക് നടത്താൻ പറ്റുന്നതാണ് ഗണപതി ഹോമം. ഏറ്റവും വേഗത്തിൽ ഫലം തരുന്ന കർമ്മമാണ് ഗണപതി ഹോമം എന്നാണ് വിശ്വാസം. മാസം തോറും ജന്മനക്ഷത്രത്തിന് ഗണപതി ഹോമം നടത്തുന്നത് ജീവിതത്തിൽ ശ്രേയസ് ഉണ്ടാവുന്നതിനും സകല ദോഷങ്ങളും പരിഹരിക്കുന്നതിനും ഉത്തമമാണ്. ഒരു നാളികേരം കൊണ്ട് ഏറ്റവും ചെറിയ രീതിയിൽ ഗണപതി ഹോമം നടത്താം. നിത്യഹോമത്തിന് പതിവായി ഒറ്റ നാളികേരമാണ് ഉപയോഗിക്കുക. 8 നാളികേരം കൊണ്ട് അഷ്ടദ്രവ്യം ചേർത്ത് അഷ്ടദ്രവ്യ ഗണപതി ഹോമവും നടത്താം. കൊട്ടത്തേങ്ങ അല്ലെങ്കിൽ ഉണങ്ങിയ നാളികേരമാണ് ഹോമത്തിന് ഉപയോഗിക്കുക. പഴം, കരിമ്പ്, തേൻ, ശർക്കര, അപ്പം, മലർ, എള്ള്, ഗണപതി നാരങ്ങ എന്നിവയാണ് അഷ്ടദ്രവ്യങ്ങൾ. ഇനി നാളികേരത്തിന്റെ എണ്ണം കൂട്ടി ഗണപതി ഹോമം വലിയ രീതിയിലും ചെയ്യാവുന്നതാണ്. 108, 336, 1008 എന്നിങ്ങനെയാണ് നാളികേര സംഖ്യ കൂട്ടാറുള്ളത്. ഗണപതി ഹോമത്തിന്റെ അവസാനം 24 എള്ളുണ്ടയും 24 മോദകവും ചേർത്ത് ഹോമിച്ചാൽ ഫലസിദ്ധി പൂർണ്ണമായിരിക്കും എന്നാണ് വിശ്വാസം. ഇനി ഗണപതി ഹോമം നടത്തുന്ന ആൾക്ക് 4 വെറ്റിലയിൽ അടക്കയും സംഖ്യയും ചേർത്ത് വെച്ച് ദക്ഷിണ നൽകണം. അമ്മ, അച്ഛൻ, ഗുരു, ഈശ്വരൻ എന്നീ 4 പേരെയാണ് ഈ 4 വെറ്റിലകൾ സൂചിപ്പിക്കുന്നത്. ഭഗവാന് നേദിച്ച ഒരു സാധനവും തിരിച്ചു വാങ്ങരുത്. പ്രസാദം പോലും തിരിച്ചു വാങ്ങാൻ പാടില്ല. എല്ലാം ഭഗവാന് സമർപ്പിച്ച് ദക്ഷിണ കൊടുത്ത് പിൻവാങ്ങുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, പലർക്കും ദക്ഷിണ കൊടുക്കാൻ ഒരേ വെറ്റില ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇനി ഗണപതി ഹോമവും അതിന്റെ ഫലങ്ങളും എന്തൊക്കെയാണ് എന്ന് നോക്കാം. പല കാര്യങ്ങൾക്കായി ഗണപതി ഹോമങ്ങൾ നടത്താറുണ്ട്. മംഗല്യസിദ്ധിക്ക്, സന്താന ഭാഗ്യത്തിന്, ഇഷ്ടകാര്യങ്ങൾ സാധിക്കാൻ, കലഹങ്ങൾ ഒഴിവാക്കാൻ എന്നുവേണ്ട ആകർഷണം ഉണ്ടാവാൻ പോലും ഗണപതിയെ അഭയം പ്രാപിക്കാറുണ്ട്. അടുത്തതായിട്ട് വിവിധ ആവശ്യങ്ങൾക്കുള്ള ഗണപതി ഹോമത്തിന് എന്താണ് ഹോമിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം. അഭീഷ്ടസിദ്ധി. അഭീഷ്ടസിദ്ധി എന്നാൽ വേണ്ട കാര്യങ്ങൾ സാധിക്കുക എന്നതാണ്. ഇതിനായി ഐകമത്യ സൂക്തം, ഗായത്രി എന്നിവ ജപിച്ച് 1008 തവണയിൽ കൂടുതൽ നെയ് ഹോമിക്കുക. ഐശ്വര്യത്തിനായി കറുകക്കൂമ്പ് 3 കൂട്ടിക്കെട്ടി ത്രിമധുരത്തിൽ മുക്കി ഹോമിക്കുക. മംഗല്യസിദ്ധിക്കായി ചുവന്ന തെച്ചിപ്പൂവ് നാളം കളഞ്ഞ് നെയ്യിൽ മുക്കി സ്വയംവര മന്ത്രാർച്ചനയോടെ ഹോമിക്കുക. 7 ദിവസം തുടർച്ചയായി ചെയ്താൽ മംഗല്യഭാഗ്യം സിദ്ധിക്കും. ഇനി സന്താന ഭാഗ്യത്തിനായി സന്താന ഗോപാല മന്ത്രം ജപിച്ച് പഞ്ചസാര ചേർക്കാത്ത പാൽപായസം ഹോമിക്കുക. ഭൂമി ലാഭത്തിനായി താമരമൊട്ടിൽ വെണ്ണ പുരട്ടി ഹോമിക്കുക. പിതൃക്കളുടെ പ്രീതിക്കായി എള്ളും അരിയും ചേർത്ത് ഹോമം നടത്തുക. ഇനി കലഹങ്ങൾ തീരാനായിട്ട് ഭാര്യയുടെയും ഭർത്താവിന്റെയും നക്ഷത്ര ദിവസം സംവാദ സൂക്തം നടത്തി ഹോമം നടത്തണം. തുടർച്ചയായി 7 തവണ ഇത് ചെയ്യണം. ഉണങ്ങിയ 16 നാളികേരം, 16 പലം ശർക്കര, 32 കദളിപ്പഴം, 1 നാഴി നെല്ല്, ഉരിത്തേൻ എന്നിവ സംവാദ സൂക്തം ചൊല്ലി ഹോമിക്കണം. ഇനി ആകർഷണത്തിന് മുക്കുറ്റിയും തെച്ചിപ്പൂവും ത്രിമധുരത്തിൽ ഹോമിച്ചാൽ മതി. ത്രയംബക മന്ത്രം കൊണ്ട് തെച്ചിയും കറുകയും, അശ്വാരൂഢ മന്ത്രം കൊണ്ട് മുക്കുറ്റിയും ഹോമിക്കാം. കർക്കിടകത്തിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും നിത്യവും എല്ലാ ക്ഷേത്രങ്ങളിലും നടത്താറുണ്ട്. അടുത്ത വർഷം അതിന്റെ ഫലമുണ്ടാകും. തിരുവനന്തപുരം പഴവങ്ങാടി, കൊല്ലം തഴുത്തല, കൊട്ടാരക്കര, കോട്ടയം ചങ്ങനാശ്ശേരി വാഴപ്പള്ളി, എറണാകുളം ഇടപ്പള്ളി, തൃശൂർ തിരുവഞ്ചിക്കുളം, പാലക്കാട് തിരുമുറ്റത്ത് അഞ്ചുമൂർത്തി, വയനാട്ടിൽ ഗണപതി വട്ടം, കാസർഗോഡ് മധുർ വിനായക് തുടങ്ങിയവ കേരളത്തിലെ പ്രസിദ്ധമായ ഗണപതി സന്നിധാനങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗണപതി ഹോമം നടത്തേണ്ടതായിട്ടുണ്ട്. എല്ലാ തടസ്സങ്ങളും മാറി ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.